Hello, dear students. Operating system CST 206 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇത്രയും ഓരോ മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ മിനിമം അത്ര ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. മിനിമം ആണ് ഞാൻ പറയുന്നത്. ഓരോ മോഡ്യൂളിൽ നിന്നുള്ള മിനിമം ക്വസ്റ്റ്യൻസ്. ഓക്കെ, മിനിമം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്? യെസ്, മെമ്മറി മാനേജ്മെൻറ്റ്, പ്രോസസ്സർ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി, then job accounting, error detecting aids, and coordination between the softwares and user. So functions of operating systems ഇതിന് ഈ ഒരു മോഡ്യൂളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അബൌട്ട് സിസ്റ്റം കോൾസ് പറഞ്ഞു, മിനിമം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, സിസ്റ്റം കോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാം. സിസ്റ്റം കോൾസ് എന്താണ്? സിസ്റ്റം കോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഇറ്റ് റിക്വസ്റ്റ് എ സർവീസ് ഫ്രം ദ കേർണൽ of operating system. It is executed on. Okay, that is actually system call is a way of interacting with the operating system. Programs, way for a programs to interact with the operating system. Okay, so നമുക്ക് system call the working ഒക്കെ അറിയാം. Then steps for system calls അറിയാം. Then types of system calls അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഡെഫിനിഷൻ, സിസ്റ്റം കോൾസിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. Then steps, ഓക്കെ, വർക്കിംഗ് ഓഫ് സിസ്റ്റം കോൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഫോർ സിസ്റ്റം കോൾ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഓഫ് സിസ്റ്റം കോൾസ് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസും ചോദിക്കാം. അപ്പോൾ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് സിസ്റ്റം കോൾസിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും മേ ബി നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ സിമ്പിൾ ഓർ മോണോലിത്തിക് സ്ട്രക്ചർ, simple or monolithic structure, then layered approach, then microkernel approach, then modules approach or modular approach. അപ്പം ഇത്രയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. മേ ബി ഏതെങ്കിലും ഇതിൽ നിന്ന് രണ്ടെണ്ണമായിട്ട് ചോദിക്കാം. ദാറ്റ് ഇസ് സിമ്പിൾ ആൻഡ് ലെയേർഡ് ഓർ മൈക്രോ കേർണൽ മോഡുലർ അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇത് എസ് ആയിട്ട് ചോദിക്കാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ. ഓക്കെ, then next is system boot process. That's also a very important question. System boot process, working of the booting അങ്ങനെയൊക്കെ ചോദിക്കാം ഈ ഒരു സെഷനിൽ നിന്നും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാം, or മേ ബി ദ ലോങ് ആൻസർ ക്വസ്റ്റ്യനും സിസ്റ്റം ബൂട്ട് പ്രോസസ്സിൽ നിന്ന് ചോദിക്കാം. അപ്പം ഇത്രയാണ് മിനിമം. ഇത് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ഓൾറെഡി നമ്മൾ ഒരു PPTയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. സോ അതിൽ അഡ്വാൻറ്റേജസ് ചോദിക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? സോ സിമ്പിൾ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, then multi-programming operating system, then time-sharing operating system, then multi-process operating system, then distributed operating system, real-time operating system, mobile operating system, network operating system, etc. etc. So, important ആയിട്ടുള്ള maybe types of operating system ചോദിക്കാം. Important means time-sharing operating system is important, then multi-process operating system is important, then distributed operating system is important. Okay. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിനിമം ഫ്രം മോഡ്യൂൾ 1 പഠിച്ചിരിക്കണം, ഫോർ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആൻഡ് ഫോർ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് കമ്മിങ് ടു മോഡ്യൂൾ 2. മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്കും ശരിക്കും 2 സെഷനായിട്ടാണ് മോഡ്യൂൾ 2 ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സെഷൻ ഇസ് പ്രോസസ്. Okay, all about processes. Second session is scheduling. Okay, അപ്പോൾ ഫസ്റ്റ് സെഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് പ്രോസസ് സ്റ്റേറ്റ്സ് ചോദിക്കാം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം 5 സ്റ്റേറ്റ്സ് ആണ് ദർ: ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് ആൻഡ് ടെർമിനേറ്റഡ്. അപ്പോൾ 5 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ 5 സ്റ്റേറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ഫിഗർ വരച്ചിട്ട്. ഓക്കെ,
Next, another important question is PCB. PCB or process control block, or TCB. TCB means task control block. Each process in the operating system is represented by this PCB. What is PCB and explain the different fields associated with the PCB. So this question is also important. Okay. Next, the process creation. How the process created using fork system. For fork system call വെച്ചിട്ട് എങ്ങനെയാണ് process create ചെയ്യുന്നത്. അപ്പോൾ fork system call വെച്ചിട്ട് അങ്ങനത്തെ type questions ചോദിക്കാം. Okay. The next question, very important question is IPC. The two fundamental models of IPC are shared memory system and message passing. Okay, shared memory system and message passing. ഷെയർഡ് മെമ്മറി സിസ്റ്റം നമുക്കറിയാം ഒരു ഷെയർഡ് റീജിയൻ ഏത് പ്രോസസ്സാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ പ്രോസസ്സ് എന്തെങ്കിൽ വിൽ ക്രിയേറ്റ് എ ഷെയർഡ് മെമ്മറി റീജിയൻ. ആ ഷെയർഡ് മെമ്മറി റീജിയനിലോട്ട് ഡേറ്റ റൈറ്റ് ചെയ്യും. Next, the process that wish to read the data from the shared memory will read the process wish to read the data will access the data from this shared memory. Okay. So ഇവിടെ കേർണലിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഇന്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. വാട്ട് ഈസ് ഇന്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ? ഈസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ്സസ്. Similarly, another model of interprocess communication is the message passing. Message passing എന്ന് പറയുമ്പോൾ messages, by passing messages among the process ആണ് ഈ ഒരു ഇന്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ വെച്ച് നടക്കുന്നത്, മെസ്സേജ് പാസിങ്. ഓക്കെ, ആ മെസ്സേജ് പാസിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് എന്ത് ചെയ്യും, പ്രോസസ് P1 എന്ത് ചെയ്യും, വിൽ സെൻഡ് എ മെസ്സേജ് ടു ദ കേർണലാണ് വിൽ സെൻഡ് ദാറ്റ് മെസ്സേജ് ബാക്ക് ടു ദ സെക്കൻഡ് പ്രോസസ് ഹു വിഷ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഇൻ്റർവെൻഷൻ ഓഫ് ദ കേർണലാണ് മെസ്സേജ് പാസിങ്. ഷെയർഡ് മെമ്മറിയാണ് വിതൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് കേർണൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ്, ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. Scheduling criteria means there may be many criterias that suggested for comparing the various CPU scheduling algorithms. The criteria it includes CPU utilization, then throughput, then turnaround time, then waiting time, response time, etc. അപ്പം CPU utilization എന്ന് പറഞ്ഞാൽ എന്താണ്? It must keep the CPU as busy as possible. Okay, that is CPU utilization. Throughput means the number of process complete their execution per unit time. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് പ്രോസസ്സാണ് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് എ ത്രൂപുട്ട്. ടേൺ അറൗണ്ട് ടൈം മീൻസ് ഇറ്റ് ഇസ് എ സം ഓഫ് ദ പീരീഡ് സ്പെൻഡ് വെയിറ്റിംഗ് ടു ഗെറ്റ് ഇൻ ടു ദ മെമ്മറി, ദെൻ വെയിറ്റിംഗ് ദ റെഡി ക്യൂ, എക്സിക്യൂട്ടിംഗ് ഓൺ ദ CPU ആൻഡ് ഡൂയിങ് ദ IO വെയിറ്റിംഗ് ടൈം. ആക്ച്വലി ടേൺ അറൗണ്ട് ടൈം നമുക്ക് പറയാം ഇറ്റ്സ് എ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം മൈനസ് ആ പ്രോസസ്സ് എപ്പോഴാണ് അവിടെ എത്തിയത്. ഓക്കെ, ദാറ്റ് ഈസ് ടേൺ അറൗണ്ട് ടൈം. Next is waiting time. It can be calculated by using the formula turnaround time minus burst time. That is waiting time means it's a sum of the period spent waiting in the ready queue. Ready queue il etra time aanu wait cheyyunnathu. Then next is response time. Response time means amount of time it takes from when a request was submitted until the first response is produced. Okay, so these are the various scheduling criteria. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയൻ ചോദിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ വേരിയസ് conditions of the 4 circumstances under which the CPU scheduling decisions may takes place? That's also another important question. What are the different circumstances under which the CPU scheduling decision may takes place? ഒരു CPU scheduling decision എപ്പോഴാണ് എപ്പോഴാണ് വേണ്ടി വരുന്നത്? which are of the following circumstances whether this CPU scheduling decisions may takes place? So that is when a process it switches first circumstances when a process switches from running state to the waiting state. Running state നിന്ന് waiting state ലോട്ട് മൂവ് ചെയ്യുമ്പോൾ decision when a process first is circumstances when a process switches from running state to the waiting state. The second step is when a process switches from running state to the ready state. Okay, running state to the ready state. Okay, then
Next second, when a process switches from the waiting state to the ready state. Okay. Then finally, fourth one is when a process terminates. ഒരു പ്രോസസ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 4 കണ്ടീഷൻ ഉണ്ട്. അതിൽ വെൻ ഷെഡ്യൂളിംഗ് ടേക്സ് പ്ലേസ് ഓൺലി അണ്ടർ സർക്കംസ്റ്റൻസസ് 1 and 4. ഈ ഫസ്റ്റ് 1ഉം 4ഉം ദ സർക്കംസ്റ്റൻസസ് 1ഉം 4ഉം മാത്രമേ ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് ഷെഡ്യൂളിംഗ് will takes place. Okay, under the circumstances 1 and 4. Okay, that is when the scheduling takes place under this circumstances 1 and 4, then നമുക്ക് പറയാം scheduling scheme non preemptive ആണ് അല്ലെങ്കിൽ cooperative ആണ്. അപ്പോൾ there is no choice in terms of scheduling, but a new all other scheduling. Okay, all other scheduling is preemptive. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാം ഏതൊക്കെ കണ്ടീഷൻ ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഷെഡ്യൂളിംഗ് അൽഗോറിതം ഓർ ഷെഡ്യൂളിംഗ് ഡിസിഷൻ ടേക്സ് പ്ലേസ്. ഏതൊക്കെ ഒരു സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്റ്റേറ്റ്, ഒരു പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും. ദാറ്റ്സ് ഫസ്റ്റ് സർക്കംസ്റ്റൻസ്. സെക്കൻഡ് സർക്കംസ്റ്റൻസസ് ഫ്രം റണ്ണിങ് സ്റ്റേറ്റ് ടു ദ റെഡി സ്റ്റേറ്റ്. Third one is from waiting state to the ready state. The fourth one is when a process terminates. Okay. When scheduling takes place under circumstances 1 and 4, then the scheduling scheme is non-preemptive. And all other scheduling is preemptive. Okay. Just our question note maybe chodikya. Okay. And next question, important question from module 2 is type of schedulers. Type of schedulers എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം there are 3 types of schedulers are there. Medium term scheduler, short term scheduler or CPU scheduler, then long term scheduler or job scheduler, then medium term scheduler. അപ്പോൾ ഈ 3 ഷെഡ്യൂളേഴ്സിൻ്റെ ടൈപ്സ് ഒന്ന് നോക്കി വയ്ക്കുക. ഫിഗേഴ്സ് നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് ഞാനിവിടെ വയ്ക്കാം. Okay. What are the different types of scheduler? This is, suppose this is a ready queue. Okay, this is a ready queue. This is a long term scheduler. Okay, this is long term scheduler. This is short term this is long term scheduler. This is short term scheduler. Then one dispatcher is there. Dispatcher important question aanu dispatcher nu chodikam. Dispatcher. Then one waiting queue is there. Types of schedulers ചോദിക്കുമ്പോൾ type of schedulers ചോദിക്കുമ്പോൾ ഫിഗർ വരയ്ക്കുക. This is waiting queue. Okay, this is waiting queue and this is IO. Then from dispatcher. Okay, from dispatcher to CPU. From dispatcher to CPU. Dispatcher നിന്നും വെയിറ്റിംഗ് ക്യൂയിലോട്ട് പോകുന്നത് ബൈ മീഡിയം ടേം ഷെഡ്യൂളർ. ഓക്കെ, ഫ്രം പൂൾ ഓഫ് ജോബ് ഇൻ ഡിസ്ക്. പൂൾ ഓഫ് ഇത് നമ്മൾ ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. പൂൾ ഓഫ് ജോബ്സ് ഡിസ്കിലാണ്. ഡിസ്കിൽ നിന്നും സെലക്ട് ചെയ്ത് ഏതൊക്കെ ജോബ്സാണ് നമുക്ക് റെഡി ഫോർ എക്സിക്യൂഷൻ റെഡി ക്യൂയിലോട്ട് മൂവ് ചെയ്യും. ആരാണ് സെലക്ട് ചെയ്യുന്നത്? യെസ്, ലോങ് ടേം ഷെഡ്യൂളറാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജോബ് ഓഫ് പൂൾസ് ഇൻ ഡെസ്കിനെ സെലക്ട് ചെയ്യുന്ന ആരാണ്? ലോങ് ടേം ഷെഡ്യൂളറാണ്. സെലക്ട് ചെയ്തിട്ട് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് റെഡി ക്യൂയിലോട്ട് കൊടുക്കും. ഓക്കെ, keeps them the ready queue, that is in primary മെമ്മറിയിലോട്ട് കൊടുക്കും. ഇനി പ്രൈമറി മെമ്മറിയിൽ നിന്ന് ആരാണ്? അപ്പോൾ ലോങ് ടേം ഷെഡ്യൂളർ ഈസ് ഓൾസോ നോൺ ആസ് ജോബിനെയാണ് എടുക്കുന്നത്. സോ നമുക്ക് തന്നെ ജോബ് ഷെഡ്യൂളർ എന്നും പറയാം. അപ്പോൾ റെഡി ക്യൂവിൽ കൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ഷോർട്ട് ടേം ഷെഡ്യൂളറാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ CPU ഷെഡ്യൂളർ എന്ന് പറയാം. ഷോർട്ട് ടേം ഷെഡ്യൂളർ ഈസ് ഓൾസോ നോൺ ആസ് CPU ഷെഡ്യൂളർ. എന്താണ് ചെയ്യുന്നത്? സെലക്ട് എ ജോബ് ഫ്രം റെഡി ക്യൂന്ന് സെലക്ട് ചെയ്തിട്ട് ഗീവ്സ് എ കൺട്രോൾ ഓഫ് ദ CPU ടു ദാറ്റ് പ്രോസസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഡിസ്പാച്ചർ. ഡിസ്പാച്ചറിൻ്റെ ഹെൽപ്പോടെയാണ് CPUവിന്
കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ഷെഡ്യൂളർ സെലക്ട് ദ ജോബ് ഫ്രം ദ റെഡി ക്യൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിസ്പാച്ചർ ഗീവ്സ് എ കൺട്രോൾ ടു ദ CPU. അപ്പോൾ ഈ ഫിഗർ, അപ്പോൾ ഇവിടെ നമ്മൾ ലോങ് ടേം ഷെഡ്യൂളറിൻ്റെ യൂസേജ് പറഞ്ഞു, ഷോർട്ട് ടേം ഷെഡ്യൂളറിൻ്റെ യൂസേജ് പറഞ്ഞു, ഡിസ്പാച്ചറിൻ്റെ യൂസേജും പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് മീഡിയം ടേം ഷെഡ്യൂളർ? Medium term scheduler, actually there are two operations are performed by this medium term scheduler. First one is if a process request an IO, ഒരു പ്രോസസ്സ് IO ഓപ്പറേഷൻ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ then the process removed from the main memory, അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്ത് വെയിറ്റിംഗ് ക്യൂവിലോട്ട് കൊടുക്കും. ഓക്കെ, വെയിറ്റിംഗ് ക്യൂവിലോട്ട് ലോഡ് ചെയ്യും. ആ വെയിറ്റിംഗ് ക്യൂവിലോട്ട് ലോഡ് ചെയ്യുന്ന ആരാണ്? മീഡിയം ടേം ഷെഡ്യൂളർ. ഓക്കെ, then that's one of the operation. And then another operation is when an IO operation is completed, a job is moved from the, അപ്പോൾ IO operation complete ചെയ്യുമ്പോഴത്തേക്കും, സോ IO operation IO in between IO operation വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിസ്പാച്ചറാണ്, ഈ മീഡിയം ടേം ഷെഡ്യൂളറാണ് വെയിറ്റിംഗ് ക്യൂലോട്ട് കൊണ്ടിടുന്നത്. ഇനി വെയിറ്റിംഗ് ക്യൂന്ന് റെഡി ക്യൂലോട്ട് IO operation complete ചെയ്യുമ്പോഴത്തേക്കും the job moved from the waiting queue to the ready queue. It's also the job of medium term scheduler. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ ഇപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഷെഡ്യൂളേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 3 നമുക്കറിയാം, ലോങ് ടേം ഷെഡ്യൂളർ, ഷോർട്ട് ടേം ഷെഡ്യൂളർ, മീഡിയം ടേം ഷെഡ്യൂളർ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഡിസ്പാച്ചർ മാത്രമായിട്ടും ചോദിച്ചിട്ടുണ്ട്, അപ്പം ഈ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. That's all about type of schedulers. Another very very important, the type of problems that can be asked from the second module is the scheduling algorithm. CPU scheduling algorithms എന്തായാലും ചോദിക്കും. ഓക്കെ, സോ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഷെഡ്യൂളിംഗ്, CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. നമുക്കറിയാം FCF is SJF, shortest job first, then priority scheduling algorithm, then round robin algorithm. അപ്പോൾ ഇതിൻ്റെ പ്രിയംപ്റ്റീവ് വേർഷനും ചോദിക്കാറുണ്ട്, നോൺ പ്രിയംപ്റ്റീവ് വേർഷനും ചോദിക്കാറുണ്ട്. സോ ആ പ്രോബ്ലംസ് നല്ലപോലെ നോക്കുക, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് മൊഡ്യൂൾ 2. നെക്സ്റ്റ് കമ്മിങ് ടു മൊഡ്യൂൾ 3, ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. അപ്പോൾ മൊഡ്യൂൾ 3ലും 2 സെഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ സെഷൻ ആൻഡ് ഓൾസോ ദ ഡെഡ് ലോക്ക്. അപ്പോൾ ക്രിട്ടിക്കൽ സെഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, റിക്വയർമെൻറ്റ്സ്, വാട്ട് ഈസ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം, ദെൻ വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഫോർ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. ആക്ച്വലി വി ഹാവ് 3 റിക്വയർമെൻറ്റ്സ്, റൈറ്റ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ബൗണ്ടഡ് വെയിറ്റിംഗ്, പ്രോഗ്രസ്. ആ റിക്വയർമെൻറ്റ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ സെമാഫോർ. അപ്പോൾ സൊല്യൂഷൻ ടു ദ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം ഈസ് സെമാഫോറിൽ നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ടും 2 ഓപ്പറേഷൻസ് ആണ്, വെയിറ്റ് ആൻഡ് സിഗ്നൽ. അതിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കുക. അതിൻ്റെ സീഡോ കോഡ് ഉണ്ട്, വെയിറ്റിൻ്റെ ആയാലും സിഗ്നലിൻ്റെ ആയാലും ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ, ഇത് നല്ലപോലെ സെമാഫോറിൽ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് കംസ് മോണിറ്റേഴ്സ്. സിമിലർലി മോണിറ്റേഴ്സിൻ്റെ കണ്ടീഷണൽ വേരിയബിൾസ് ചോദിക്കാം, ദെൻ സിൻടാക്സ് ഓഫ് എ മോണിറ്റർ ചോദിക്കാം. സോ അപ്പം ആ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ സെമാഫോറും മോണിറ്റേഴ്സും ഇതിൽ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലവും അതുപോലെ നോക്കുക. നെക്സ്റ്റ് ഇസ് ക്ലാസിക്കൽ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം. ക്ലാസിക്കൽ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം ഇങ്ങനെയായിട്ട് തന്നെ എസ്സേ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിട്ട് തന്നെ എസ്സേ വെച്ചാൽ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്താണ്, ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം എന്താണ്, റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം എന്താണ്. ഈ പ്രോബ്ലംസൊക്കെ സെമാഫോർ വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതെല്ലാം ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു എസ്സേ അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൊഡ്യൂൾ 3ലെ ഫസ്റ്റ് സെഷൻ നമുക്ക് ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും മിനിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് പോർഷൻ ഇസ് ദ ഡെഡ് ലോക്ക്. ഡെഡ് ലോക്കിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന നെസസറി കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക് ചോദിക്കാം. ദെൻ റാക്ക് മീൻസ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്താണ്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെയാണ് ഡെഡ് ലോക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, സോ അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഡെഡ് ലോക്ക് ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കാനും, ഡെഡ് ലോക്ക് ഉണ്ട് ബട്ട് സൈക്കിൾ ഉണ്ട് ബട്ട് ഡെഡ് ലോക്ക് ഇല്ല, സോ അങ്ങനെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു സെഷനിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇസ് ബാങ്കേഴ്സ് അൽഗോരിതം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ 2015 സ്കീമിനുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ബാങ്കേഴ്സ് അൽഗോരിതം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. മീൻസ് അതിന് സേഫ്റ്റി അൽഗോരിതം, റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം ഒക്കെ യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്.
ഓക്കെ, സേഫ് സ്റ്റേറ്റിലാണെങ്കിൽ സേഫ് സീക്വൻസ് എന്താണ്? സോ അതൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടേ നിങ്ങൾ എക്സാമിന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ ഇത്രയും ആണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം ദ മൊഡ്യൂൾ 3. ദെൻ ഫ്രം മൊഡ്യൂൾ 4ൽ ഒരാൾക്ക് ഒരു സെക്ഷനേ ഉള്ളൂ. ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് സ്വാപ്പിംഗ് എന്താണെന്ന് ചോദിക്കാം. ദെൻ ബെസ്റ്റ്, ഫസ്റ്റ് ആൻഡ് വേർസ്റ്റ് ഫിറ്റ് പ്രോബ്ലം എന്താണെന്ന്, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ മൊഡ്യൂൾ 4ൽ നിന്നും 2 രീതിയിലുള്ള പ്രോബ്ലംസാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഒന്ന് ബെസ്റ്റ്, ഫസ്റ്റ് ആൻഡ് വേർസ്റ്റ് ഫിറ്റ് പ്രോബ്ലംസ് ചോദിക്കാം. ദെൻ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതത്തിൻ്റെ പ്രോബ്ലംസും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മീൻസ് FIFO, വാട്ട് ആർ ദ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം, FIFO, LRU, ഒപ്റ്റിമൽ. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള പേജ് ഫോൾട്ട്, നമ്പർ ഓഫ് പേജ് ഫോൾട്ട് കണ്ടുപിടിക്കും. ദെൻ പേജ് ഹിറ്റും പേജ് മിസ്, ദെൻ ഹിറ്റ് റേഷ്യോ, ദെൻ മിസ് റേഷ്യോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ഷുവറായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ സെഗ്മെൻറ്റേഷൻ, ഡിമാൻഡ് പേജിങ്. അതേപോലെ സെഗ്മെൻറ്റേഷൻ നമുക്ക് ഈ സെക്ഷനിൽ നിന്നും പേജിങ്ങും ചോദിക്കാം. പേജിങ് ഓൾസോ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സെഗ്മെൻറ്റേഷനും പേജിങ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, അപ്പം ഒരു സ്ട്രക്ചർ സംവോട്ട് റിലേറ്റഡ്, റൈറ്റ്? സെഗ്മെൻറ്റേഷൻ ആണെങ്കിൽ അവിടെ സെഗ്മെൻറ്റേഷൻ ആണെങ്കിൽ അവിടെ സെഗ്മെൻറ്റേഷൻ ടേബിളുണ്ട്, പേജ് ടേബിളുണ്ട്. അപ്പം എങ്ങനെയാണ് ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. സോ ആ ഒരു ഫിഗറൊക്കെ നല്ല രീതിയിൽ പഠിക്കുക, സെഗ്മെൻറ്റേഷനും പേജിങ്ങും. ഓക്കെ, ഡിമാൻഡ് പേജിങ്ങും ഒന്ന് നോക്കി വെക്കുക, കാരണം അതും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. Then another very important is the page replacement algorithm and this problem. Okay, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മിനിമം മൊഡ്യൂൾ 4ൽ നിന്നും പഠിക്കാം. നെക്സ്റ്റ് കമ്മിങ് ടു മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5ൽ നിന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഫയൽ ആട്രിബ്യൂട്ട്സ്, ഓപ്പറേഷൻ ടൈപ്സ്. അപ്പോൾ ഇത് എന്താണ് ഫയൽ ആട്രിബ്യൂട്ട്സ്, ഓപ്പറേഷൻസ് എന്താണ്, ഫയൽ ടൈപ്സ് എന്താണ്, അങ്ങനെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. Then what are the access methods? Contiguous access, linked access methods. അപ്പോൾ ആ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സും അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ദെൻ ആക്സസ് മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആക്സസ് മെട്രിക്സ് പ്രൊട്ടക്ഷനിൽ വരുന്നതാണ് ആക്സസ് മെട്രിക്സ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. സോ ദാറ്റ്സ് ഓൾസോ another ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ഇസ് allocation method. File allocation method is also another important question. അപ്പോൾ different file allocation methods നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം കണ്ടിജിയസ് അലോക്കേഷൻ, ലിങ്ക്ഡ് അലോക്കേഷൻ, ദെൻ ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. അപ്പം ഈ മെത്തേഡ്സ് നമുക്ക് അതിൻ്റെ ഫിഗേഴ്സൊക്കെ വെച്ച് നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് ഓൾസോ another ഒരു essay question നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഫ്രം ദിസ് മോഡ്യൂൾ ഇസ് അലോക്കേഷൻ മെത്തേഡ്സ്, ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ്. അപ്പം ഇത്രയും സെഷനാണ് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് എന്ന് നമുക്ക് ചോദിക്കാവുന്നത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് സെഷനായ ഡിസ്കിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ബാഡ് ബ്ലോക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ദ പ്രോബ്ലം ദറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ദ മൊഡ്യൂൾ 5 ഇസ് ദ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ വേരിയസ് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്? So the various disk scheduling algorithms are FCFS algorithm, SSTF algorithm, then scan algorithm, then C-scan algorithm, look algorithm and C-look algorithm. അപ്പോൾ ഇത്രയും അൽഗോരിതം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, എക്സ്പെക്റ്റ് ചെയ്യാം. So the problem that can be asked from this module is the disk scheduling algorithm. അപ്പോൾ അത് ഏത് അൽഗോരിതം വേണമെങ്കിലും ചോദിക്കാം. So next the topic is the disk formatting and also the terms that can be various terms that can be asked from this module is, please note that also, that is seek time എന്താണെന്ന് ചോദിക്കാം. Then rotational latency, then transfer time, then disk access time. Okay, disk access time. Okay, then disk response time, disk access time, then disk response time. And there is one formula is the disk access time is equal to seek time plus rotational latency plus transfer time. Okay,
സോ ജസ്റ്റ് ഈ ടേംസ് എന്താണ് അതിൻ്റെ ഡെഫിനിഷനും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 5th മോഡ്യൂളിൽ നിന്ന് പഠിക്കുക. ഓക്കെ, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.